ഇതിവിടെ ഉണ്ടായ ചെറിയ കൊലയാണ്. ഞങ്ങൾ വിളവൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിളവെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വിളവെടുത്ത് ഇതാണ് ഇന്നത്തെ വിളവെടുപ്പിൻ്റെ കുറച്ച് ഭാഗം. വെളുപ്പിനെ 4:30 പത്രവിതരണക്കാരനാണ്, ഏജൻസിയൊക്കെ ഉണ്ട്. ഇത് കണ്ടല്ലോ, ഇത് തണ്ണിമത്തനാണ്. ഇത് പാകമായിട്ടില്ല, പാകമായി വരുന്നേ ഉള്ളൂ. ഞാൻ ചേർത്തല മുനിസിപ്പൽ 15-ാം വാർഡ് കൗൺസിലറാണ്. വലിയൊരു ലാഭമൊന്നും ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് വലിയ കോടീശ്വരനാകാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാനായിട്ടുള്ള വരുമാനം എന്തൊക്കെ വന്നാലും കൃഷിയിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനൊരു കർഷകനൊന്നുമല്ല. ശരിക്ക് കൗൺസിലർ ആയതിനു ശേഷം തൊഴിലുറപ്പുകാരോട് നമുക്ക് നാടിനൊരു മാറ്റമാകട്ടെ എന്നുള്ള രീതിയിൽ 3 ലക്ഷം രൂപയോളം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തൊഴിലുറപ്പുകാർക്ക് കിട്ടും. അങ്ങനെ അവരുമായിട്ട് അവരുടെ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു ആഗ്രഹം പങ്കുവച്ചു. അപ്പോൾ അവർ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോഴെനിക്ക് തോന്നി ഇത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയാണ് ഞാനും സുഹൃത്തുക്കളും കൂടി ചേർന്ന് 2.5 വർഷം മുമ്പ് പാട്ടത്തിന് 60 സെൻറ്റ് സ്ഥലം പാട്ടത്തിനെടുത്ത് ഞങ്ങൾ കൃഷി ആരംഭിച്ചത്. CMC 15 മരുത്തോരോട്ടം പ്രദേശത്ത് ഏകദേശം 60 സെൻറ്റോളം സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എല്ലാ രീതിയിലും ഈ സ്ഥലം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വെണ്ട, പയർ, കുറ്റിപ്പയർ, കുക്കമ്പർ, പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, വഴുതന, പാവൽ, പടവളം, വെണ്ട, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിവിടെ ഉണ്ടായ ചെറിയ കൊലയാണ്. ഞങ്ങൾ വിളവൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വാഴക്കൃഷി ഇപ്പോൾ ഇതായിട്ട് ചെയ്യുന്നില്ല. ഏറ്റവും ആദ്യമാണ് നമ്മൾ വാഴക്കൃഷി ചെയ്തത്. അതിനുശേഷം നിന്ന വിത്തുകളിൽ നിന്ന് പൊട്ടിമുളച്ച വാഴ പഴുത്ത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ വെട്ടിയിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വരുന്നവർക്കും വേണ്ടിയിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുമൊക്കെ ഒരു മാനസിക സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഇതാണ് നമ്മുടെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇന്ന് വളരെ വലിയ മുതൽക്കൂട്ടായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രചോദന ശക്തി എന്ന് പറയുന്നത്. നാളെയുടെ തലമുറയ്ക്ക് എന്നും ഇതേപോലുള്ള കാര്യങ്ങൾ, ഈ ഒരു സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വിലപ്പെട്ട മൂല്യവത്തായ ഒന്നാണ്. പൊതുജീവിതത്തിലുണ്ടാകുന്ന ടെൻഷൻ മൊത്തം മാറ്റിയെടുക്കുന്നത് ഇതിങ്ങോട്ട് വന്ന് 1 മണിക്കൂർ ഇതുമായിട്ട് കൂടിയിഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടെൻഷനും മാറിക്കിട്ടും. തോട്ടത്തിൽ നിന്ന് പറിച്ച വിളവാണ് ഈ സാധനം. സമ്പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് നമ്മൾ തന്നെ കഴിക്കും. ഈ തമിഴ്നാട്ടിലോ വേറെ ഏതെങ്കിലും തോട്ടത്തിൽ പോയിട്ട് അവരോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ആ പരിപാടി മുടക്കി, കിളി പോലും ചത്തുപോകുന്നു എന്നാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ എല്ലാവരെയും വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് തയ്യാറെടുക്കുന്നവരാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർ നാളെ രോഗത്തിനടിമപ്പെടാത്ത നല്ല കുട്ടികളായിട്ട് വളരാം. പിന്നെ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? മയക്കുമരുന്ന്, മറ്റുള്ള ദുശീലങ്ങളുടെ പുറകെയാണ് പിള്ളേർ. അവരെ ഈ കൃഷിപ്പാടം പഠിപ്പിക്കുകയാണെങ്കിൽ സമയമുണ്ടെങ്കിലല്ലേ വേറെ എന്തെങ്കിലും മറ്റുള്ള കുഴപ്പം പിടിച്ച ആക്ടിവിറ്റീസിലേക്ക് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കിയാണെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ നമുക്ക് സമയം തികയത്തില്ല. അങ്ങനെ വരുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കാം, നമ്മുടെ യുവതലമുറയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടുകളിൽ കൃഷിത്തോട്ടം ഉണ്ടാക്കുക. ഇനി വീടുകൾ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതുപോലുള്ളൊരു സ്ഥലം എടുത്തുകൊണ്ട് കുടുംബത്തോടൊപ്പം തന്നെ കൃഷിയിലേക്ക് വരിക. അങ്ങനെ ഒരു വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന, യുവതലമുറയെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റും. വെളുപ്പിനെ 4:30 പത്രവിതരണക്കാരനാണ്, ഏജൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ പത്രവിതരണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയൊരു കോഴിക്കടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടിയപ്പോഴാണ് കൃഷിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ മറ്റുള്ള ഈ സംഘടനാ പ്രവർത്തനവും എല്ലാത്തിലും ഏറ്റവും ഉപരിയായിട്ട് ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി എന്ത് കാര്യം ചെയ്തിട്ടും നമുക്ക് കിട്ടത്തില്ല. ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നതാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി തരുന്നത്. പലപ്പോഴും ഓർത്തിട്ടുണ്ട്, വെളുപ്പിനെ 3:30 എണീറ്റ് ഈ പത്രവിതരണം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കോഴിക്കടയിൽ ചില സമയത്ത് ഇത് ചെയ്ത് കമ്മിറ്റികൾക്ക് ഓടിയെത്തി അതിനുശേഷം വെറുതെ ഇരിക്കാമെന്ന് ഓർത്ത് വീട്ടിൽ വന്ന് കിടക്കാനായിട്ട് ഓർക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത്, അയ്യോ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് ചെല്ലുക, നമ്മുടെ ക്ഷീണം മൊത്തമായിട്ട് പോകും. പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത്. പലപ്പോഴും പലരും ചോദിക്കും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കും.
പക്ഷേ ഇവിടുന്ന് കിട്ടുന്ന ഈ പോസിറ്റീവ് എനർജി വേറെ ഏതൊരു പ്രവൃത്തിക്കും ഡെഫിനറ്റായിട്ട് ഞാൻ പറയുകയാണ് കിട്ടത്തില്ല. അത്ര വലിയൊരു ഊർജ്ജമാണ് നമുക്ക് ഈ പറഞ്ഞ ഈ കൃഷിത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ വന്ന് അനുഭവിച്ചവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരിപ്പം സനലാണേലും മനോജാണേലും അവരുടെ തൊഴിൽ സമയം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അത് അവരെ ഈ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടുന്ന് കിട്ടുന്ന ഒരു മാനസിക ഉല്ലാസമാണ്. പലപ്പോഴും ഈ പ്രദേശവാസികൾ ഇവിടെ വന്ന് കയറാറുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. അവരും പറയുന്ന വളരെ വലിയൊരു സന്തോഷമാണ് ഇവിടുന്ന് കിട്ടുന്നതെന്നുള്ളത്. അതുതന്നെയാണ് കൃഷിയുടെ മഹത്വം. നമ്മുടെ ഈ കൃഷിക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് നമ്മൾ അടിവളമായിട്ടിട്ട് കൊടുക്കുന്ന കോഴിവളവും മറ്റുള്ള സാധനങ്ങളും. ഈ 60 സെൻറ്റ് നമ്മൾ ഈ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മീൻവളം ഉൾപ്പെടെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 35 രൂപയോളം ഈ വളത്തിന് വേണ്ടിയിട്ട് ചിലവ് വരും. ഇപ്പോൾ നമുക്ക് ഏറ്റവും വേസ്റ്റായിട്ട് തോന്നുന്ന മാലിന്യം, നമ്മളിന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന മാലിന്യ പ്രശ്നത്തിലാണ്. അപ്പോൾ ആ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഈ യൂട്യൂബ് ചാനലിലൊക്കെ ഹിറ്റായി നിൽക്കുന്ന നമ്മുടെ പ്രദേശവാസിയായ സബീഷ് ടീം പറയച്ചാലെന്ന് പറയുന്ന സബീഷിൻ്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണത്തിന് അവർ പുതിയൊരു മാർഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വേസ്റ്റ് സംസ്കരിച്ചുകൊണ്ട് വളമാക്കുന്ന ഒരു വലിയൊരു പ്രക്രിയ ഇപ്പോൾ അവർ ചെയ്തു വരികയാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മാലിന്യം മാറിക്കിട്ടും, അതോടൊപ്പം തന്നെ നമുക്ക് കൃഷിക്ക് വേണ്ട വളം കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ മാറ്റം വരികയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ വലിയൊരു വിപത്തായ മാലിന്യം മാറുകയും ചെയ്യും. അത് കൃഷിക്കാർക്ക് വലിയൊരു പ്രയോജനമാകുകയും ചെയ്യും. ശരിക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഒരു മാർഗ്ഗനിർദ്ദേശം വെച്ചുകൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് ഇതുപോലുള്ള കാര്യങ്ങളെ, ഈ മാലിന്യം വളമാക്കി മാറ്റാനുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കൃഷി അതും ഇതുമായിട്ട് കൃഷിയുമായിട്ട് ബന്ധിപ്പിച്ച് ആ ഒരു സംസ്കരണ രീതി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ഈ നാടിന് തന്നെ ഉണ്ടാകും. മാലിന്യമെന്ന് പറയുന്ന വലിയൊരു പ്രശ്നം വെറുമൊരു കടലാസ് പോലെ അല്ലെങ്കിൽ കറിവേപ്പില പോലെ എടുത്തു കളയാവുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിൻ്റെ വലിയൊരു ഗുണഫലം ഇപ്പുറത്ത് കൃഷിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം കൂടി നോക്കുമ്പോൾ കൃഷിക്കാർക്കും അത് ഉപകാരപ്രദമാകും, പൊതുജനങ്ങൾക്കും ഒക്കെ ഉപകാരപ്രദമാകും. ആ രീതിയിലേക്ക് ഈ കാര്യങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുവരണമെന്നുള്ള ഒരു എളിയൊരാഗ്രഹവും എനിക്കുണ്ട്. ഇത് കണ്ടല്ലോ, ഇത് തണ്ണിമത്തനാണ്. ഇത് പാകമായിട്ടില്ല, പാകമായി വരുന്നേ ഉള്ളൂ. ഇത് കാണുമ്പോഴുള്ളൊരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വലിയൊരു ലാഭമൊന്നും ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് വലിയ കോടീശ്വരനാകാമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷേ ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാനായിട്ടുള്ള വരുമാനം എന്തൊക്കെ വന്നാലും കൃഷിയിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 100 ഇരട്ടി ഇവിടുന്ന് തിരിച്ച് കിട്ടും. ഇവിടെ നോക്കിയാലറിയാം, തണ്ണിമത്തനൊക്കെ നല്ല വിളവാണ്. നമ്മൾ കഷ്ടപ്പെടുന്നതിന് അതിലും കൂടുതൽ മികച്ചൊരു വിളവാണ് നമുക്ക് തരുന്നത്. ഇത് വലിയൊരു ആവേശമാണ്. നമുക്ക് കൃഷിയിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലാനായിട്ടുള്ളൊരു താല്പര്യമാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനാണ് ഇത് ഉദ്ഘാടനം ആദ്യമായിട്ട് ചെയ്തത്. മികച്ച വിളവ് തന്നുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു. പ്രദേശത്തിന് മാതൃകയാകത്തക്ക രീതിയിൽ ഈ സംരംഭം പലരും ഇത് കണ്ട് മാതൃകയാക്കി വന്നു. അവസാനം ഈ തൊഴിലുറപ്പുകാർ തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടു, നമുക്ക് കൃഷിയിലേക്ക് മാറാം. ചേർത്തല മുനിസിപ്പാലിറ്റി അങ്ങനെ തൊഴിലുറപ്പുകാർക്ക് 10 ആൾക്കാരുള്ള ഒരു യൂണിറ്റ് എന്നുള്ള നിലയിൽ കൃഷി കൊണ്ടുവന്ന് ചേർത്തല മുനിസിപ്പാലിറ്റി 41 ഏക്കറോളം കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. വിളവ് മാത്രമല്ല, ഇതേപോലെ തന്നെ നല്ല ഒരു സമയം നമുക്ക് ഇതിനോടുകൂടി ചിലവഴിക്കുകയാണെങ്കിൽ കിട്ടുന്ന ആത്മസംതൃപ്തി, ഞാൻ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തിട്ടും ഇന്ന് വരെ കിട്ടാത്തൊരു ആത്മസംതൃപ്തി കൃഷിയിലൂടെ ലഭിക്കുന്നുണ്ട്. ഏറെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. അതേ തുടർന്ന് ഒരുപാട് വിഷരഹിതമായി നമ്മുടെ സമൂഹത്തിൽ ഇപ്പം മരുന്നിന് കൊടുക്കുന്ന കാശ് ഇതുപോലെ എല്ലാവരും കൃഷിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അത് മാറ്റിയെടുക്കാം. നമ്മളും കൃഷിയിലേക്കെന്ന പദ്ധതിയിലൂടെ കേരള സർക്കാർ മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കൃഷിയിടങ്ങൾ പുതുതായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വലിയ പ്രതിസന്ധികളും കാര്യങ്ങളുമുണ്ട്. കൃഷിക്കാരനെ സംബന്ധിച്ച് കിട്ടേണ്ടതായിട്ടുള്ള ചില പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ പൈസ പലർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ അത് കൃഷിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുന്നില്ല. ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ
ഇതേ തുടർന്ന് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് കണ്ട് ആകർഷകരായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഏതായാലും മികച്ച ഒരു പ്രതികരണം എല്ലാ മേഖലയിൽ നിന്നും. ഇപ്പോൾ ജ്യോതിഷും അനിലാലുമൊക്കെയാണ് നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ വരുന്നത്. അവരുടെ നിർദ്ദേശമൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. കൃഷിഭവൻ കൃത്യമായ കാര്യങ്ങളും നിർദ്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതിലൂടെ ഒരു മാറ്റം ഇതേപോലെ നമ്മുടെ നാടിനെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ വളരെ സുന്ദരമായ ഒരു കാര്യത്തിലേക്ക് നമുക്കെല്ലാവർക്കും ചെന്നെത്താനായിട്ട് പറ്റും. നാളെയുടെ പ്രതീക്ഷകളായിട്ട് പുതിയ സംസ്കാരമായിട്ട് കൃഷി മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിഷരഹിതമായ ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന പലരും, കൃഷിയെക്കുറിച്ച് വാചാലരാകുന്ന പലരും, കൃഷി എന്താണെന്ന് അവരുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കുന്നത്, കൃഷിയെക്കുറിച്ച് വാചാലനാകുന്നവരാരും കൃഷി ചെയ്യുന്നവരല്ല, കൃഷിയെക്കുറിച്ച് പഠിക്കുന്നവരല്ല. ആ ഒരു മാറ്റവും കൂടി ഈ മേഖലയിലേക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികളിലും മറ്റുള്ളതുമൊക്കെ ഗൗരവകരമായിട്ട് വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അവരെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. പലപ്പോഴും കൃഷിക്കാരന് ഈ കൃഷി വിട്ടിട്ട് വേറൊരു കമ്മിറ്റികളിലോ മറ്റുള്ളതിലോ ഒക്കെ പോയിരുന്ന് ഈ നിർദ്ദേശങ്ങളൊക്കെ പലപ്പോഴും പങ്കുവയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. അതിനൊരു മാറ്റം വരുന്നത് അവൻ്റെ കൃഷിയിടത്തിലേക്ക് ഈ പറഞ്ഞ പൊതുസമൂഹം കടന്നു വന്നുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വലിയൊരു വിപ്ലവകരമായ മാറ്റം നമുക്ക് ഈ നാട്ടിലുണ്ടാക്കിയെടുക്കാം. ആ രീതിയിൽ പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ 3-4 ചെറുപ്പക്കാർ കൂടിയാണ് ഇത് ചെയ്യുന്നത്. ആ ഒരു തലമുറയ്ക്ക് തന്നെ വലിയൊരു മാതൃകയാണ്. കുട്ടികളുമായിട്ടാണ് പലപ്പോഴും ഇവിടെ വരുന്നത്. അവർക്കുണ്ടാകുന്ന സന്തോഷം നാളെ ഇത് പകർന്നു കൊടുത്ത് പാഠ്യവിഷയമാക്കി ഒക്കെ കൃഷി അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് വളരെ മികച്ചൊരു നേട്ടമായിരിക്കുമെന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്.